പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് സംബന്ധിച്ച് പ്രതിഷേധവുമായി വാഹന ഉടമകൾ. റെയിൽവേയുടെ പുതുക്കിയ താരിഫിലെ അശാസ്ത്രീയതയാണ് വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കുന്നത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവരുന്നത്. പാർക്കിംഗ് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടിയ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് വിശാലമായ പാർക്കിംഗ് ഏരിയ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പാർക്കിംഗ് ഫീസിലെ അശാസ്ത്രീയതയാണ് പുതിയ പ്രശ്നം. പുതിയ താരിഫ് നിരക്ക് നിലവിൽ വന്ന മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലും ഈ പ്രശ്നമുണ്ട്. നിശ്ചിത സമയം കഴിഞ്ഞ് 1 സെക്കൻഡ് അധികമായാൽ 30 രൂപ 60 രൂപയാകും, 60 രൂപ 100 ആകും, 20 രൂപ 30 ആകും. കാർ പാർക്കിങ്ങിനാണ് ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ഒരൊറ്റ വാഹനം കയറിയിറങ്ങാനുള്ള സ്ഥലം മാത്രമാണ് ഫീസ് വാങ്ങാനുള്ള കൗണ്ടറിന് മുന്നിലുള്ളത്. ഇവിടെ ഒരൊറ്റ മിനിറ്റ് താമസിച്ചാൽ ഫീസ് നേരെ ഇരട്ടിയാകും. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹനങ്ങളുടെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഈടാക്കുന്ന തുക തികച്ചും അശാസ്ത്രീയവും ജനങ്ങളെ ദ്രോഹിക്കുന്നതുമാണ്. നിലവിൽ 12 മണിക്കൂറിന് 60 രൂപയും അത് 12 മണിക്കൂർ കഴിഞ്ഞ് 1 മിനിറ്റ് അധികമായാൽ തന്നെ 40 രൂപ കൂട്ടി വാങ്ങിക്കുന്നു. അതായത് 60ഉം 40ഉം 100 രൂപ. അത് 24 മണിക്കൂറായാൽ 3 ഇരട്ടിയോളം വാങ്ങിക്കുന്നുണ്ടാണ് അറിയാൻ പറ്റിയത്. ഇത് തികച്ചും ജനദ്രോഹവും അശാസ്ത്രീയവുമാണ്. ഇത് റെയിൽവേ അധികാരികൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇതിനെതിരെ ജനങ്ങളും മറ്റ് തൊഴിലാളികളും ശക്തമായി പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയും ഈ അശാസ്ത്രീയത പരിഹരിക്കാൻ അധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ശാസ്ത്രീയമായി ഈ റെയിൽവേ താരിഫ് പുനഃപരിശോധിച്ച് പാർക്കിങ്ങിനുള്ള തുക ക്രമീകരിക്കുമെന്നാണ് വിശ്വാസം. പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ താരിഫ് നിർണയത്തിന്റെ അശാസ്ത്രീയത മൂലം ഫീസ് പിരിക്കാൻ ചുമതലപ്പെട്ട ജീവനക്കാരും വാഹന ഉടമകളും എന്നും തർക്കത്തിലാകുന്ന കാഴ്ചയാണ് ഇവിടെ. പ്രശ്നത്തിന് പരിഹാരം കാണാൻ റെയിൽവേ അധികാരികൾ ഇടപെടണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.